ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ റമദാനിലെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അങ്ങനെ രാവിലെ തന്നെ ഉമ്മാണെല്ലോടെ മുറ്റടിക്കുന്നുണ്ടായിരുന്നു. ഉമ്മാൻ്റെ കൂടെ സോയ അങ്ങ് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഓൾക്ക് ഞാൻ അവിടെ നിന്ന് ഫുഡ് കൊടുക്കുന്നതാണ് കേട്ടോ. പുറത്തുനിന്ന് ഊഞ്ഞാലിരുന്നിട്ട് അവൾക്ക് ദോശയാണ് കൊടുക്കുന്നത്. അപ്പോൾ ആളിതങ്ങനെ മുറ്റത്ത് നടക്കുന്നുണ്ട്, സൈക്കിൾ ഓട്ടുന്നുണ്ട്, അങ്ങനെ ഓരോരോ കളിയിട്ട് അങ്ങനെ കുറച്ച് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഹൈം പപ്പൂസ് എണീറ്റ് വന്നിന് കേട്ടോ. രണ്ടാൾക്കൊന്നും ക്ലാസ് ഒന്നും ഇല്ലായിരുന്നു, എക്സാം ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ അവരുണ്ട് കേട്ടോ ഒന്ന് ഇവിടെ വീട്ടിൽ. അപ്പോൾ രണ്ടാൾക്കും ദോശയും അതുപോലെ ചായക്ക് എടുത്ത് കൊടുത്തു. പിന്നെ രണ്ടാളും ഇരുന്നിട്ട് അങ്ങനെ ചായക്ക് കുടിക്കുന്നതാണ്. അങ്ങനെ പിന്നെ ഇഫ്താറിനുള്ള ഐറ്റംസുകളൊക്കെ ഉണ്ടാക്കാൻ നിൽക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് അൽഫാമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അൽഫാം മസാല ഞാൻ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇങ്ങനെ വെറൈറ്റി സ്പെഷ്യലൊക്കെ ആകുമ്പോൾ ഞാൻ ഉണ്ടാക്കും കേട്ടോ. എനിക്കിഷ്ടമാണ് ഇങ്ങനത്തെ ഐറ്റംസുകളൊക്കെ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അതിനുള്ള ഐറ്റംസുകളാണ് കേട്ടോ ഇതൊക്കെ. ഒരു ഉള്ളി, അതുപോലെ ഒരു തക്കാളി, 3 പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ മല്ലിയിലയും പുതിനയിലയും കേട്ടോ. ഇനി ഇതെല്ലാം കൂടി മിക്സിൻ്റെ ജാറിലിട്ടിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇനിയിപ്പോൾ ഈ ഒരു പേസ്റ്റിലേക്ക് കുറച്ച് തൈര്, അതുപോലെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്തിട്ട് നല്ലോണം മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇതിനിടയിൽ സോയ ഇങ്ങനെ ഓരോന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് ഓരോരോ ആവശ്യങ്ങളാണ് കേട്ടോ ഓരോന്ന് കാണുമ്പോൾ. അപ്പോൾ അവൾക്ക് പീനട്ട് ബട്ടർ കണ്ടപ്പോൾ അതിൽ നിന്ന് വേണമെന്ന് പറഞ്ഞപ്പോൾ കുറച്ച് ഞാൻ എടുത്ത് കൊടുത്തിരുന്നു കേട്ടോ. പിന്നെ അത് കഴിച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും വന്നിങ്ങനെ അപ്പോൾ കുറച്ചും കൂടി എടുത്ത് കൊടുത്തിട്ടാണ്. അങ്ങനെ അതും കയ്യിൽ വാങ്ങിയിട്ട് അവളങ്ങനെ പോയി. അവൾക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുത്താൽ പിന്നെ അങ്ങനെ ഇരുന്നോളൂ കേട്ടോ. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ മസാല നോക്കാം. ഇനിയിപ്പോൾ ഇതൊന്ന് നല്ലോണം മിക്സാക്കിയതിന് ശേഷം കൈക്ക് വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കനും കൂടി ചേർത്തിട്ട് മസാല നല്ലോണം തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഫസ്റ്റ് കോട്ട് മസാല തേച്ചിട്ട് അതവിടെ മാറ്റി വെക്കുന്നുണ്ട്. ഇനി സെക്കൻഡ് കോട്ട് മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ. അതിനായിട്ട് സ്പൈസസ് ആണ് എടുത്തിട്ടുള്ളത്. വറ്റൽമുളക്, അതുപോലെ വലിയ ജീരകം, ചെറിയ ജീരകം, കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്കായ്, പിന്നെ കുറച്ച് കുരുമുളകും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ വറ്റൽമുളക് ആവശ്യത്തിനടുത്ത് എരിവിനനുസരിച്ച് എടുക്കാം കേട്ടോ. ഞാനിന്ന് 4 എണ്ണമാണ് എടുക്കുന്നത്. കുട്ടികളൊക്കെ കൂട്ടുന്നതല്ലെന്ന് വെച്ചിട്ട് ഓവർ ചേർക്കുന്നില്ല. ഇതിന് അത്യാവശ്യം നല്ല എരിവുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുരുമുളകിൻ്റെ എരിവും ആ ഒരു സ്പൈസസിൻ്റെ എരിവും പിന്നെ നമ്മൾ നേരത്തെ ചേർത്തിട്ടുള്ള ഒരു ഗ്രീൻ മസാല ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ആ ഒരു എരിവും കൂടിയായിട്ട് അത്യാവശ്യം നല്ല എരിവുണ്ടായിരുന്നു. അങ്ങനെ ഇതൊന്ന് പൊടിച്ചിട്ട് വറുത്തിട്ട് പൊടിച്ചെടുത്തിട്ട് ഈ ഒരു ഗ്രീൻ മസാലേൻ്റെ മുകൾക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത്തിരി ഫുഡ് കളറും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു കളർ കിട്ടാനായിട്ട്, വീഡിയോക്ക് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. കാണാനും രസമാണല്ലോ എന്ന് വെച്ചിട്ട് ഇത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഞാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് ചേർത്ത് കൊടുത്തത് മാത്രം. ചേർക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ടേസ്റ്റ് വ്യത്യാസം അങ്ങനെയൊന്നും ഇല്ലേനോ. അങ്ങനെ ഫുഡ് കളറും കൂടി ചേർത്തിട്ട് കുറച്ച് ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ട് അതവിടെ മാറ്റി വെക്കുന്നുണ്ട്. ഇനി നല്ലോണം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നു കേട്ടോ. ഇതിപ്പോൾ ഞാനിത് ഒരു 11:30 ആ ഒരു ടൈമിലായിട്ടാണ് മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുള്ളത്. ഏകദേശം ഒരു 6 മണിക്കൂറോളം ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോഴേക്കും ചിക്കനൊക്കെ നല്ലോണം മസാലയൊക്കെ പിടിച്ചിട്ട് സെറ്റാവും ചെയ്യണം കേട്ടോ. അങ്ങനെ ചിക്കനൊക്കെ മസാലയൊക്കെ തേച്ചിട്ട് നേരെ ഫ്രിഡ്ജിലും വെച്ച് ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ളത് ഒരു സോസ് ഉണ്ടാക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 4-5 തക്കാളി എടുത്തിങ്ങനെ അതൊന്ന് നടു കീറിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പുഴുങ്ങാനായിട്ട് വെച്ചിരിക്കണം കേട്ടോ. അതിലേക്ക് ഒരു 3-4 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു 3 വറ്റൽമുളകും കൂടി ചേർക്കുന്നുണ്ട്. അതൊന്ന് പുഴുങ്ങിയെടുത്തിട്ട് തൊലി കളഞ്ഞിട്ട് തക്കാളിൻ്റെ തൊലി കളഞ്ഞിട്ട് അടിച്ചെടുത്തിരിക്കണം കേട്ടോ. സോസ് ആക്കിക്കണം. അത് ഞാൻ പിന്നെ വീഡിയോ എടുക്കാൻ മറന്നു വയ്ക്കണേ. പിന്നെ ഒന്ന് കസ്റ്റേർഡ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. വേറെ സ്നാക്സ് ആയിട്ട് പൊരിയൊന്നും ഉണ്ടാക്കണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് കസ്റ്റേർഡ് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ നേരെ നമ്മൾ അൽഫാമും കഴിക്കാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ കസ്റ്റേർഡ് ഉണ്ടാക്കി വെച്ചു. പിന്നെ കുട്ടികൾക്ക് ഫുഡൊക്കെ കൊടുക്കുന്നതാണ്. അപ്പോൾ സോയ്ക്ക് കഞ്ഞി കൊടുത്തു കേട്ടോ. പിന്നെ ഇതിനിടയിൽ എൻ്റെ കുളിക്കലും ഒക്കെ കഴിഞ്ഞിട്ട് കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ്, കുട്ടികളെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നേനെ. അപ്പോൾ സോയ്ക്ക് കഞ്ഞി കൊടുത്തു. പിന്നെ ഹൈം പപ്പൂസിന് അവർക്ക് രണ്ടാൾക്കും ചോറൊക്കെ കൊടുത്തു. രണ്ടാളും അപ്പുറത്ത് ചോറൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് നേരത്തെ ഖുറാനൊക്കെ ഓതി സോയനൊക്കെ ഉറക്കിട്ടോ. ഫുഡ് കൊടുത്തിട്ട് ഓൾക്ക് ഫുഡ് കൊടുത്തിട്ട് നേരത്തെ ഓളെ കൊണ്ടുപോയി ഉറക്കി. അത് കഴിഞ്ഞാണ്ട് ഞാൻ വന്നിരുന്നത് ഹോളിലിരുന്നിട്ട് കുറച്ച് നേരം ഓതിന് ശേഷം പിന്നെ ഞാനും പോയി ഒന്ന് കിടന്നുറങ്ങിട്ടോ. പിന്നെ നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങി എണീറ്റ് വന്നിട്ടോ. ഈവനിങ് കഴിക്കണ്. അസ്രബാങ്കൊക്കെ കൊടുത്തു. അസ്ര നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം കിച്ചണിൽ പോയി നോക്കിയപ്പോൾ ഉമ്മക്ക് പണികളൊക്കെ തുടങ്ങിയിരിക്കണ്. ഇന്ന് ചപ്പാത്തിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ചപ്പാത്തിയും അൽഫാമും ആണ് ആക്കുന്നത്. അപ്പോൾ വെല്ലുമ്മയും ഉമ്മയും കൂടിയാണ് കേട്ടോ ചപ്പാത്തി പരിപാടിയൊക്കെ കഴിക്കുന്നത്. അങ്ങനെ രണ്ടാളും കൂടി ഒരാൾ പരത്തുന്നു, ഒരാൾ അമർത്തുന്നു, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഞാനിന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ അനുവിൻ്റെ ഭയങ്കര സൈക്കിൾ കൊണ്ടുള്ള പ്രഹസനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ ആൾ ഒന്നും കൂടി മെയിൻ ആവുന്നുണ്ടായിരുന്നു. വീഡിയോ എടുക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒന്നും കൂടി വരാം അതുപോലെ എന്നൊക്കെ പറഞ്ഞിട്ട്
ആൾ അങ്ങനെ ഒന്നും കൂടിയൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. അവർ എൻട്രിയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു, കാലൊക്കെ മുകളിലൊക്കെ കയറ്റി വെച്ചിട്ട് എന്തൊക്കെ കാട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കണ്ടപ്പോൾ വെറുതെ വീഡിയോ എടുത്താണ്. പിന്നെ അൽഫാം ചിക്കൻ ആക്കിയിട്ടുള്ള ഇതാ ഗ്രില്ല് വെച്ചിട്ടോ ഓവനിലാക്കിയിട്ടോ ഒന്നുമല്ല കേട്ടോ. നോർമലായിട്ട് ഇതാ ഫ്രൈ പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഇതാ ചിക്കനും വെച്ച് കൊടുത്തു. ചിക്കൻ അത്യാവശ്യം വലിയ പീസാണ് കേട്ടോ. എല്ലതും അത്യാവശ്യം ഇതാ ഒരു മീഡിയം സൈസിൽ ഇതാ ഈ ഒരു സൈസിലാക്കിയിട്ടാണ് ചിക്കൻ എടുത്തിട്ടുള്ളത്. അങ്ങനെ ഇതാ ചിക്കന് തിരിച്ചും മറിച്ചു വിട്ട് കൊടുത്തിങ്ങനെ കുറച്ചധികം സമയം വെക്കും കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് സമയം എടുത്തിങ്ങനെ കേട്ടോ ചിക്കന് കുക്കായി കിട്ടാനായിട്ട്. അങ്ങനെ ചിക്കൻ അവിടെ ഇതാ കുക്കായി കൊണ്ടേ ഇരിക്കുന്നുണ്ട്. പിന്നെ ഇപ്പുറത്താണല്ലോ ഉമ്മ അവിടെ ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ കസ്റ്റേർഡ് നിന്നൊന്ന് മാറ്റി പിടിച്ചിരുന്നു കേട്ടോ. അതിലേക്ക് ഇതാ സേമിയ അതുപോലെ സാബൂനരി വേവിച്ച് വെച്ചിട്ടുള്ളത് ചേർത്ത് കൊടുത്തു. പിന്നെ അതിലേക്ക് ഇതാ ബനാന കട്ട് ചെയ്തത്, കുറച്ച് ഇതാ അണ്ടിപ്പരിപ്പ്, മുന്തിരി അതുപോലെ ബദാമും കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ കസ്റ്റേർഡൊക്കെ അവിടെ റെഡിയാക്കിയിട്ട് നല്ല തണുപ്പിക്കാനായിട്ട് ഒന്നും കൂടി ഫ്രിഡ്ജിൽ വെച്ചിട്ട് വാങ്ങി കൊടുക്കാൻ കുറച്ചും കൂടി സമയമുണ്ട് കേട്ടോ. പിന്നെ ചിക്കൻ ഇതാ റെഡി ആയിക്കണ്. ഇനിയിപ്പോൾ അനിയത്തിയാണെങ്കിൽ ഇത് അപ്പുറത്തോള് കുറച്ച് ഉള്ളിവട ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് ഇതാ ഉള്ളിവട ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ഇന്ന് പൊരിയൊന്നും ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിരുന്നു കേട്ടോ. നേരിട്ട് അൽഫാം കഴിക്കാമെന്ന് വിചാരിച്ച് നോമ്പറുന്ന പാടേനെ. പക്ഷേ അനിയത്തി പിന്നെ ഉള്ളിവട ഉണ്ടാക്കിയപ്പോൾ പിന്നെ അതിനാണ് കേട്ടോ കഴിച്ചിട്ടുള്ളത്. അങ്ങനെ എല്ലാതും ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഉമ്മാണെങ്കിൽ ഇതാ ചോറിൻ്റെ ഒക്കെ അത്താഴത്തിനുള്ള ആ ഒരു ചോറും ഇതൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അടുപ്പിൽ വെച്ചിട്ട്. അങ്ങനെ കിച്ചണിൽ ഇങ്ങനത്തെ ഒക്കെ ഓരോ സമയമാണ് കേട്ടോ. ഈ ഒരു നേരം എന്ന് വെച്ചാൽ വാങ്ങി കൊടുക്കുന്നതിന് കുറച്ച് മുന്നായിട്ട്. പിന്നെ വാങ്ങി കൊടുക്കാനുള്ള ടൈമായി. എല്ലാം ഇതാ ടേബിളിൽ കൊടുന്ന് വെച്ചു. അപ്പം കസ്റ്റേർഡ് ഉണ്ട്, അതുപോലെ ഉള്ളിവട, പിന്നെ കുറച്ച് ഇതാ ഫ്രൂട്ട്സ്, അതുപോലെ ഇതാ അൽഫാം, ചപ്പാത്തി ഇതൊക്കെ ആയിരുന്നു കേട്ടോ ഇന്നത്തെ നമ്മളുടെ വിഭവങ്ങൾ വന്നിട്ട്. അപ്പോൾ എല്ലാം ഇതാ ടേബിളിലൊക്കെ കൊടുന്ന് വെച്ചു. പിന്നെ എല്ലാവരും ഇതാ നോമ്പായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു നമ്മളുടെ ഇഫ്താറിൻ്റെ ആ ഒരു വിശേഷങ്ങളൊക്കെ കേട്ടോ. ഇറങ്ങിക്ക ഒരു ഖുറാനോ തന്നെ മോട്ടിയാണ്ട് ഇറങ്ങിക്കാണി കസാലയിലിരിക്കും. അവിടെ പോയിട്ട് കസാലയിൽ കേട്ടാ. അവിടെ പോയി ഓതിക്കൂടാ. ഇങ്ങോട്ട് ഓതിക്കൂടെ, ഖുറാൻ ഓതിക്കൂടെ, ഇതൊക്കെ ഹയൊക്കെ ഓതുന്നോക്കെ. എങ്ങനെയുണ്ട് എൻ്റെ ചിക്കൻ? കബൂസ് നോക്കാം. അമ്മ ഉണ്ടാക്കിയ അൽഫാം അതൊന്നും ഇഷ്ടമില്ലല്ലോ. ഹൈക്ക് ഇഷ്ടമായ ഹയ? എൻ്റെ സോയക്കിതാ, എൻ്റെ സോയ ഇവിടെ ഉണ്ടോ? ചോദിച്ചിണ്ട് എൻ്റെ കുട്ടിക്ക്. ഫോണൊക്കെ അവിടെ വെക്ക്. മാമ തരുന്നുണ്ട്. തിന്നോക്കാ. ചിക്കൻ തിന്നേ സൂപ്പറാ. എരുണ്ടാവട്ടാ, ഓവർ കുത്തണ്ട. രസമുണ്ടാ? കടിയത്തെ ടേസ്റ്റ് ഉണ്ടോ? അപ്പോസ് പിന്നെ രാത്രി ഇതൊക്കെ എടുക്കാൻ നേരം തന്നെ കേട്ടോ നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന അതേപോലെ തന്നെയാണ് കഴിച്ചിട്ടുള്ളത്. അങ്ങനെ പിന്നെ ഇതാ കുട്ടികൾക്കൊക്കെ കൊടുത്തു. കാസറോളിലിട്ട് വെച്ചതുകൊണ്ട് തന്നെ ചിക്കനൊന്നും ചൂടാറിയിട്ടില്ലായിരുന്നു. അങ്ങനെ കുട്ടികൾ കഴിച്ചപ്പോൾ തന്നെ അവർക്ക് നല്ല ഇഷ്ടമായിരിക്കണം കേട്ടോ. നല്ലൊരു പാകത്തിനുള്ള എരിവും ഇതൊക്കെ ആയിരുന്നു. അതുകൊണ്ട് കുട്ടികൾക്ക് കഴിക്കാനും നല്ല ഇഷ്ടമായിരിക്കണം. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മളും ഇരുന്ന് കഴിക്കുന്നതാണ്. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ചിക്കൻ. ഞാനിതുപോലെ തന്നെ ഉണ്ട് കൂടുതലായിട്ട് ചിക്കൻ ഇങ്ങനെ അൽഫാം ആക്കലുള്ളത്. ഫ്രൈ പാനിൽ വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചാണ്ട് തന്നെയാണ് കുക്കാക്കി എടുക്കലുള്ളത്. നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ഒരു ടേസ്റ്റ് തന്നെയാണ് നമുക്ക് കിട്ടൽ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കോണ്ടി കേട്ടോ. അടിപൊളിയായിരുന്നു. അങ്ങനെ ഇതും കഴിച്ചിട്ട് അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഈ ഒരു വ്ലോഗ് ഇത്രയേ ഉള്ളൂ. വ്ലോഗ് ഇഷ്ടമായാലും ലൈക്ക് ചെയ്തിട്ട് പോണേ.